ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അവശ അടിമയായിടുമടിയൻ നിന്നോടെ അടിമല തന്നിലമരുന്നേ കടകഭൂഷിത കരപല്ലവത്താൽ ഉടനടി വന്നു തഴുകനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തുടുതൂടെ നിന്നും തവ തൃക്കാലടി അടിയന്റെ ഹൃത്തിൽ വിളയാടാൻ കുടുകൂടെ കൃപ ചൊരിയണേ കൃഷ്ണ കടൽ വർണ്ണ കണ്ണ കമലാക്ഷ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അതിഭയാനക ഭവസാഗരത്തിൽ വളരും പ്രാരാബ്ധമുതലതൻ കടിയേറ്റു ദുഃഖം പെരുകുന്നു മന മനതാരീലീശ കരുണാത്മൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തിരുമനസലിന്നിവനെ വേഗം നീ കരകേറ്റീണി ജഗദീശ പരവശദീനഗജമായി താഴും ഞാൻ പതിത പാവന ഭഗവാനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ മനമകുന്നതാം നളിന സൂനത്തെ നലമോടെ തവ പദതാരിൽ കരുണവർപ്പിപ്പു കരുണസാഗര തിരുനാമരൂപിൻ മധുരിവോ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ മനമാകുന്നതാം നളിന സൂരത്തെ നലമോടെ തവ പദതാരിൽ കരുണവർപ്പിപ്പു കരുണാസാഗര തിരുനാമരൂപിൻ മധുരിവോ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ജനിമൃതിഹര ഹരിനാരായണ നിഖിലാത്മൻ ഗുരോ പരമീശ ചരണപങ്കജം ഹൃദയത്തിൽ നിന്നി തിരുനാമം പാടിയനുദീനം
മരുതാലയത്തിനനിശം വാഴുവാൻ കരുണ ചെയ്യണേ പവനേശ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇവനൊരു ബന്ധു ഗുരുവായൂരപ്പ അവിടുന്നല്ലാതില്ലവനിയിൽ. അവനം ചെയ്യണേ കരുണാവാരിധേ അവശനായിടുമടിയനേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മിന്നും പൊന്നിൻ കിരീടം തരിവളഘടകം കാഞ്ചി പൂഞ്ജേയമാലാധന്യ ശ്രീവത്സൽ കൗസ്തുഭവിടകരും ചാരുതോരുന്തരാളം ശംഖം ചക്രം ഗദാ പങ്കജവിധി വിലസും 4 തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം തരിവപുരമലം പുരയൻ മംഗളം വം. ദേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുദം ശരണ്യം ഭൃത്യാഗ്നിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകം മംഗളശ്ലോകമാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ആ ശ്ലോകത്തിലായിക്കൊണ്ട് ഈശ്വരൻ്റെ സങ്കല്പശക്തി ആയ ഹൃദയ ശക്തി കൊണ്ട് ബ്രഹ്മാവിന്, അതായത് ആദിഗതി എന്ന വാക്ക് അവിടെ പറയുന്നു, ആ ബ്രഹ്മാവിന് വേദത്തെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു എന്നാണ്. വേദം എന്ന് പറഞ്ഞാൽ അവിടെ അറിവ്. ആ വസ്തുതയാണ് തുടക്കത്തിൽ ആദ്യത്തെ ശ്ലോകത്തിലായിട്ട് പറഞ്ഞത്. അസ്യ ജന്മാദിയത, ഏത് രീതിയിലാണോ ഈ ലോകത്തിൽ കാണപ്പെടുന്നതായ വസ്തുക്കളും വ്യക്തികളുമൊക്കെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതായിത്തീരുന്നത് അല്ലെങ്കിൽ ലയിച്ചു തീരുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷത്തെ പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിന് അങ്ങനെ ഒരു പേര് പറയും. പാരമാർത്ഥിക സത്യത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ശ്രീമദ് ഭാഗവതത്തിൽ. സത്യം പരം ധീമഹി. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ബുദ്ധിയിൽ ആ ഈശ്വരൻ്റേതായിട്ടുള്ള ഓർമ്മ, ചിന്ത, അനുഭവം അതുണ്ടായിട്ട് തീരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള ഈ പാരമാർത്ഥിക സത്യം എന്നൊക്കെ പറയുമ്പോൾ അതെൻ്റെ അങ്ങനെ ഒരു സത്യം എന്ന് ചോദിച്ചാൽ, സത്യം വ്യാവഹാരിക തലത്തിലുണ്ട്, പാരമാർത്ഥികമായ തലത്തിലുണ്ട് എന്നത്. അങ്ങനെ 2 തരത്തിലുള്ളതായ സത്യത്തെ ഈ പറഞ്ഞതായ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ അറിയുന്നതായിട്ടുള്ള ഈ ലോകം, അത് ഈ വിഷയത്തിൻ്റേതായ തലമായതുകൊണ്ട് അവയ്ക്ക് പാരമാർത്ഥികതയില്ല എന്നാണ്. അത് ഓരോ വ്യക്തിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അനുഭവമായിട്ട് വരണു എന്നുള്ളത് കൊണ്ട് അവയൊക്കെ പാരമാർത്ഥികമായിട്ട് എന്നെന്നും നിലനിൽക്കുന്നതായിട്ട് പറയാൻ പറ്റില്ല, മാറിക്കൊണ്ടിരിക്കുന്ന സത്യമായിട്ട് പറയും. അപ്പം ഇവിടെ പരമാർത്ഥ സത്യത്തെക്കുറിച്ചാണ് ഭാഗവതത്തിൽ പറയുന്നത്, വ്യാവഹാരിക സത്യത്തെയല്ല. നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കണു എന്നുള്ളതൊരു വ്യാവഹാരികമായിട്ടുള്ള സത്യമാണ്. ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്ത, അത് വ്യാവഹാരികമാണ്. ശരീരമാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മൾ ശരീരമല്ല. ഈ ശരീരം നിലനിൽക്കുന്നത് നമ്മളിൽ ജീവനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ജീവനാണ് സത്യം. അപ്പം ജീവൻ പാരമാർത്ഥിക സത്യവും
ഈ ശരീരം വ്യാവഹാരിക സത്യവുമാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഏത് തലത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് സാധാരണ ശരീരതലത്തിലാണ്. ശരീരതലത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് സമയമുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യങ്ങളായ ആഹാരം, നിദ്ര, മൈഥുനം, വസ്ത്രം മുതലായതൊക്കെ അതിനായിക്കൊണ്ട് നമ്മൾ എപ്പോഴും ഏത് സമയവും അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതായ ആലോചനകളൊക്കെ ഇവയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ചിന്ത വരികയും ഇപ്പോൾ കഴിച്ച ഇഡ്ഡലി ദഹിച്ചു പോകും, പിന്നെ ഇതിപ്പോൾ എന്താവും, ഉച്ചയ്ക്ക് എങ്ങനെയാവും എന്നിങ്ങനെ ആലോചന, ആഹാരത്തിൻ്റെ ആലോചന നമ്മളിത് വന്നു ചേരും. അതിപ്പോൾ നമ്മൾ അനവധി കാലമായിട്ട് ഇവിടെ ജീവിക്കണം. ഇതുവരെ നമുക്ക് ആഹാരം മുടങ്ങിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് അത് മുടങ്ങുന്ന പ്രശ്നവുമില്ല. എന്നാലും നമ്മളിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും. എന്താവും? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പല അമ്മമാർക്കും രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഇതിൻ്റെ ചിന്തയാണ്. അത് എത്രയോ കാലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എത്രയോ കാലമായിട്ട് കഴിക്കണം. എന്നാലും ആ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവർക്ക് വലിയ ടെൻഷനാണ് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഈ ആഹാര ചിന്ത അത് മനുഷ്യൻ്റേതല്ല, എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ഒരു അടിസ്ഥാന ചിന്തയാണ് ഈ ആഹാര ചിന്ത. അതുപോലെ തന്നെയാണ് നിദ്ര, മറ്റാവശ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ തലത്തിലെ നമ്മുടെ ജീവിതമാണ്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ സമയം ധാരാളം കണ്ടെത്തുന്നതിന് വേണ്ടി കുറേ പ്രയത്നിക്കും, കുറേയൊക്കെ ശേഖരിച്ചു വയ്ക്കും. അങ്ങനെ ജീവിതത്തിൽ എപ്പോൾ ശ്രദ്ധിച്ചാലും നമ്മുടെ ശ്രദ്ധ ഈ വ്യാവഹാരിക തലത്തിലാണ് എന്ന് പറയാം. അപ്പോൾ വെറും ശരീരപരമായൊരു വ്യക്തിയായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. സത്യത്തിൽ ആ ശരീരത്തിനെ നിലനിർത്തുന്ന, പ്രവർത്തിപ്പിക്കുന്ന, അതിൻ്റെ പിന്നിലുള്ള ആ ജീവസത്തയെ നമ്മൾ അറിയാനായിട്ട് പരിശ്രമിക്കുന്നില്ല. അതിന് നമുക്ക് സമയമൊട്ടില്ലതാണ്. ഈ ശരീരത്തിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഈ ജീവൻ്റെ കാര്യം, ജീവൻ എന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കാതടയും. എന്നാൽ ഈ ശരീരപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുതയെപ്പറ്റി സംസാരിക്കുക, അപ്പോഴേക്കും നമ്മുടെ കാതെന്താവും? അപ്പോഴേക്കും ആ ശ്രദ്ധ വരികയായി. അപ്പം അതുകൊണ്ടാണ് പാരമാർത്ഥികമായിട്ടുള്ള സത്യം നമുക്ക് നമ്മുടെ സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ പാരമാർത്ഥികമായ സത്യം നമ്മളിലുള്ള ജീവനും വ്യാവഹാരികമായ സത്യം നമ്മുടെ ഈ ശരീരവുമാണ്. അപ്പോൾ പലപ്പോഴും ഈ ജീവനെപ്പറ്റി നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ വെറും ഒരു ശരീരതലത്തിൽ മാത്രമായൊരു വ്യക്തിയായിട്ട് ജീവിക്കും. അങ്ങനെയാവുമ്പോൾ എന്തുണ്ടാവണം? ശരീരത്തിൻ്റേതായ അവസ്ഥകൾ നമ്മളെ ബാധിക്കും. ഈ ജന്മവൃത്തി പരിണിത്യപക്ഷയ വ്യാധിനാശ വിഹീനമവ്യയം. ശരീരത്തിന് 6 തരത്തിലുള്ളതായ പ്രവർത്തന രീതികളുണ്ട്. ശരീരത്തിന് ആ ജനനമുണ്ടാവും. നമ്മൾ ഈ ഭൂമിയിലേക്ക് ശരീരം എടുത്തു വരും. അമ്മയുടെ ഗർഭസ്ഥ ശിശുവായിരുന്നു നമ്മൾ. ഇപ്പോഴൊക്കെ നമുക്കത് ആലോചിച്ചാൽ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കണമെങ്കിൽ തുടക്കത്തിൽ ഇപ്പോൾ എവിടെയായി ഇരുന്നുണ്ടാവുക? അമ്മയുടെ ഗർഭത്തിൽ ഒരു 10 മാസം ഇരിക്കാതെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്കിപ്പോൾ കൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ അമ്മയുടെ ഗർഭത്തിൽ ഉള്ള വാസം ഉണ്ടായി, പിന്നെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നു, ശരീരം മുതലായതൊക്കെ വളർന്നു. ചെറിയ കുഞ്ഞായിട്ട് 2.5 കിലോ 3.5 കിലോ ഒക്കെ തൂക്കം പറഞ്ഞു വന്ന ആ വ്യക്തിയാണ് പിന്നെ ഒരു 30 വർഷമാകുമ്പോഴേക്കും എത്ര കിലോ ആവുന്നു? അപ്പോൾ ആ 2.5 കിലോ 3.5 കിലോ ഉള്ളതായ ഒരു ശരീരമായിട്ടാണ് ഇവിടെ വരുന്നത്. ആ ശരീരത്തിനെ പിന്നെ വളർത്തിയെടുക്കണം. അതിന് പിന്നെ പരിണാമം, അതാണ് വളർച്ച. അപ്പം ജനിക്കുക, വളരുക, പരിണാമങ്ങളില്ല. ഈ ശരീരത്തിൽ രോമം മുതലായതൊക്കെ വരുന്നു. അപ്പം അതിനാണ് പരിണാമം. അപ്പോൾ ആ ശരീരത്തിന് ഈ ഭൂമിയിലേക്ക് വരവുണ്ട്. ഈ ഭൂമിയിൽ അത് വളരുന്നുണ്ട്, അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിന് എന്ത് വരും? ഒരു സമയം കഴിഞ്ഞാൽ ക്ഷയമുണ്ടാകും. അതിൻ്റെ വളർച്ചയൊക്കെ നിൽക്കും. പിന്നെ അതിൻ്റെ തുടങ്ങും, തളർച്ചകൾ തുടങ്ങും. മുമ്പിലത്തെ പോലെ കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ, കഴിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കുറച്ച് കഴിയുമ്പോൾ കിടക്കാനും വയ്യ. ഇങ്ങനെ ഇതിന് തളർച്ചയുണ്ടാവും. അപ്പോൾ ശരീരത്തിന് ആദ്യം വളർച്ചയുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരല്ല. ഈ വളർച്ച പിന്നെ ഒരു കാലത്തേക്ക് എവിടേക്ക് കൊണ്ടുപോകും? തളർച്ചയിലേക്കുള്ള പോക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മൾ കരുതുന്നത് എപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഇങ്ങനെ തന്നെയാവും എപ്പോഴും. എങ്ങനെ? ഇപ്പോൾ ഇരിക്കും ഒരു 10 കൊല്ലം ആലോചിച്ച് നോക്കും. ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിതി എന്താവും? ഇതുപോലെ ഇരിപ്പ് പറ്റുമോ? പറ്റില്ല. 2-3 ആളൊക്കെ പിടിക്കേണ്ടി വരും. ആ സപ്താഹത്തിനൊക്കെ പോകണമെച്ചാൽ 2 ആൾ പിടിക്കണം, കസേരയിൽ പതുക്കി ഇരുത്തണം.
എന്നാൽ കുറേ കേൾക്കാൻ അപ്പം തോന്നി, ഇപ്പം തോന്നിയില്ല, ഇപ്പം എന്താ വെച്ചാൽ ഈ ശരീരം വരെ ഇത്ര നേരെ കേൾക്കണം, ഒന്ന് പുറത്തു പോയി എന്ന് പറയും. അപ്പോൾ ഈ ശരീരത്തിന് തളർച്ചയുണ്ടാവും, പിന്നെ അതില്ലാതെ രോഗങ്ങൾ വന്നിട്ട് അതിന് നഷ്ടമുണ്ടാകും. അപ്പോൾ ഈ ശരീരത്തിന് 6 ഭാവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ശരീരമാണ് എന്ന് നമ്മൾ കരുതിയാൽ ഈ 6 ഭാവങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ഭാവമാണല്ലോ ഇപ്പോൾ നമ്മൾ ചുറ്റുപാടൊക്കെ കേൾക്കുന്ന പേടിപ്പറത്തുന്നതായ രോഗത്തിൻ്റെ ഒക്കെ രോഗവും നാശവും അത് പണ്ടേ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ശരീരത്തിൻ്റെ തലത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുകൂടി ഉണ്ടാവും? ദുഃഖം ആ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായി വരും. അത് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് ഒഴിവാവണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്ത്, ഈ പാരമാർത്ഥിക സത്യമായ ആ ജീവനെ അറിയാനായിട്ട് പരിശ്രമിക്കും. സത്സംഗത്തിൽ കൂടി ആ ജീവനാണ് ഞാൻ എന്നുള്ളതായ ബോധം എന്ന അറിവ് എന്ന തെളിമ, ദ ക്ലാരിറ്റി, അത് നമുക്ക് വരും. സത്സംഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും മഹത്തായ അവസ്ഥയാണ് ഈ ശരീരമല്ലാത്ത മഹത്തായ ഒന്നിനിലുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവുണ്ടായ വ്യക്തിക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. അറിവില്ലാത്ത ആൾക്കറിയില്ല. ശരീരം മാത്രമാണ് എന്ന് കരുതുന്ന ആൾക്ക് ശരീരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ അയാൾ ചെയ്യണം. ശരീരമല്ല, ഞാൻ ഇതിലൊരു ആത്മസത്തയുണ്ട് എന്നൊരു ചെറിയ കാഴ്ചപ്പാടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഊഹമെങ്കിലും, തുടക്കത്തിൽ ഊഹമേ ഉണ്ടാകും. അപ്പോൾ സത്സംഗത്തിൽ അങ്ങനെ ഒരു ഊഹം കിട്ടുന്ന സമയത്താണ് അതിന് നമ്മൾ കുറേശ്ശെ ആയിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. പിന്നീട് അത് കാലക്രമേണ നമ്മളിൽ വ്യക്തതയുണ്ടാവും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ട് സപ്താഹമൊക്കെ കേൾക്കാനാണ് ആദ്യമായിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഊഹമേ ഉള്ളൂ. തൃശ്ശൂർ ഏറെക്കുറെ ഇന്ന സ്ഥലത്താവും ഈ മിഥുനപ്പള്ളി ശിവക്ഷേത്രം എന്ന് അവർക്കൊരു ഊഹം. ആ ഒരു ഊഹം വെച്ചിട്ടാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അല്ലാതെ ഇത് എവിടെയാണെന്ന് അറിഞ്ഞിട്ട് കണ്ടിട്ട് പോവാം, ആരെങ്കിലും വീട്ടിൽ വന്ന് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ അവർ വീട്ടിലിരിക്കലേ ഉണ്ടാവും. അപ്പം എപ്പോഴും ഈ ആത്മസത്തയെ, ജീവനെ അല്ലെങ്കിൽ ഈശ്വരനെ, ഇതിന് പല പേര് പറയും. ചൈതന്യം, ബോധം, ആത്മസത്ത, അതായത് ഓരോ കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ അവർ ഓരോ പേര് വിളിച്ചു. വസ്തു ഒന്നാണ്. ജലം, തണ്ണി, വാട്ടർ എന്നൊക്കെ നമ്മൾ ഒരേ വസ്തുവിനെയാണ് പറയുന്നത്. ഇതുപോലെ ഈ സത്യത്തെയും പാരമാർത്ഥിക സത്യത്തിനെയും ഓരോ കാലത്ത് ഓരോ സമയത്ത് ഓരോ രീതിയിൽ പേര് വിളിച്ചു. അപ്പോൾ ചിലവരതിന് എന്ത് പറയും? ബോധം എന്ന് പറയും, ചിലവർ ചൈതന്യം എന്ന് പറയും, ചിലവർ അയ്യപ്പൻ എന്ന് പറയും, ചിലവർ മഹാദേവൻ എന്ന് പറയും, ചിലവർ ഗുരുവായൂരപ്പൻ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനമായിട്ടൊരു വസ്തുതയാണ്. പക്ഷെ അങ്ങനെ ഒരു വസ്തുതയുണ്ട് എന്ന് അറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് സത്യമായി. അത് ആ സത്യാനുഭൂതി ഉണ്ടായാൽ ഈ ശരീരത്തിനെ മാറി നിന്ന് കാണാനുള്ള കഴിവുണ്ടാകും. മാറി നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിൻ്റെ തലത്തിൽ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നതായ ഭാഗവത പുസ്തകം, ആ ഭാഗവത പുസ്തകം നമ്മളിൽ നിന്ന് അന്യം തന്നെയാണ്. ആ നമ്മൾ ആ ഭാഗവത പുസ്തകമാകുന്നില്ല. അത് ഒരു ഭാഗവതം പഠിക്കാനുള്ള ഉപകരണമാണ്. നമ്മുടെ കയ്യിലുള്ള പുസ്തകം അത് നമ്മളിൽ നിന്ന് വേറെയാണ് എന്നുള്ള ആ അറിവ് അത്രയും വ്യക്തമായ രീതിയിൽ ഈ ശരീരത്തെ വേറെ കാണാൻ സാധിക്കും. എൻ്റെ ശരീരത്തെ തന്നിൽ നിന്ന് വേറെ കാണാനായിട്ട് ഉള്ള കഴിവ് ഉണ്ടാവും. ആ തലത്തിലെത്തിയാൽ ആ വ്യക്തിക്ക് എന്തായി? മോക്ഷമായി. എന്തെന്ന് മോക്ഷമായി? ഈ ശരീരത്തിൻ്റെ അവശതകളിൽ നിന്ന് അയാൾക്ക് മോക്ഷമായി. എന്താണ് മോക്ഷം? അത് ഞാനല്ല, എനിക്കല്ല എന്നുള്ളത്. ആ ഭാഗവത പുസ്തകത്തിൻ്റെ ഒരു പേജ് ഇപ്പോൾ കീറിയാൽ എൻ്റെ ശരീരത്തിലെ കൈ മുറിഞ്ഞു പറഞ്ഞ് നമ്മൾ കരയില്ല. എന്തുകൊണ്ടാണ്? അത് ഭാഗവത പുസ്തകത്തിൻ്റെ പേജല്ലേ കീറിയേ. അത് വേറെ പുസ്തകം വാങ്ങിക്കാമല്ലോ. ഇല്ല, അഥവാ ആ പുസ്തകം തന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും നമുക്ക് വലിയ വിഷമമില്ല. കാരണം ആ ഒരു പുസ്തകം വേറെ വാങ്ങിക്കാം. ഇതുപോലെയാവും ഏത് നമ്മുടെ ഈ ശരീരം. കാരണം അത് ഞാനല്ല, അത് എന്നിൽ നിന്ന് വേറെയാണ്. ഇത് ഈ സത്യമാണ് ഇവിടെ പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സാധാരണ നിലയ്ക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. കാരണം എപ്പോഴും അനവധി കാലമായിട്ട് നമ്മൾ ഈ ശരീരമാണ് എന്നുള്ള നിലയ്ക്കാണ് ജീവിച്ചിരുന്നത്. ചുറ്റുപാടുള്ള ആളുകൾ നമ്മളോട് പെരുമാറിയതായ രീതിക്കാണ്, എല്ലാം ആ രീതിക്കാണ്. അതുകൊണ്ട് ശരീരമല്ലാത്ത ഒന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും, അയാൾ പറയണു എന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അതിനാണ് ഈ കഷ്ടപ്പാടുകളൊക്കെ. പുരാണം കേൾക്കൂ, ഭാഗവതം വായിക്കൂ, നാമം ജപിക്കൂ, ക്ഷേത്ര ദർശനം ചെയ്യൂ, വ്രതങ്ങൾ തോൽക്കൂ, തീർത്ഥയാത്ര ചെയ്യൂ എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഈ ശരീരമല്ലാത്ത ഒന്ന് നമ്മളിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അത് വേണ്ട രീതിയിൽ ആയി വിജയിച്ചാൽ ആ വ്യക്തിക്ക് എന്തായിട്ട് തീർന്നു? മരണമില്ല. ഈ ശരീരത്തിൻ്റെ ഒരു മാറ്റമാണ് ഈ പറഞ്ഞ 6 തരത്തിലുള്ള മാറ്റം പോലെ ഒരു മാറ്റം, അതിൽപ്പെട്ടൊരു മാറ്റമാണിത്.
ജാതസ്ഹി ധ്രുവോ മൃത്യു, ഈ ശരീരം നഷ്ടപ്പെടുക. ശരീരം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ശരീരം നഷ്ടപ്പെടുന്നു, ഞാൻ വേറെ ഒരു ശരീരത്തിലേക്ക് പുതുതായൊരു ശരീരം സ്വീകരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടോ? അപ്പം ഞാൻ പുതുതായിട്ടൊരു ശരീരം സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്ന് അറിയുന്ന ആൾക്ക് ഈ പഴയ ശരീരം, രോഗമുള്ള വിഷമമുള്ള ഈ ശരീരം ഉപേക്ഷിക്കാനായിട്ടെന്തില്ല, സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് പറ്റാണ്ടായി, ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് കരുതുന്ന ആൾക്ക് ഇത് എന്തൊക്കെയായാലും എന്തില്ല, ഇത് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് ഈ പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും എന്ന വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളോട് ഭാഗവതം പറയുന്നത് വ്യാവഹാരിക സത്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഒരു പാരമാർത്ഥിക സത്യമുണ്ട് എന്നുള്ളതായ ഊഹത്തോടുകൂടിയെങ്കിലും ജീവിക്കും. അപ്പം കാലക്രമേണ ഈ അസ്പഷ്ടം ദൃഷ്ടമാത്രേ, അസ്പഷ്ടമായ വസ്തു പോലും എന്തുണ്ടായിട്ട് തീരും, അഗ്രി പശ്യാമി, അവസാനമാകുമ്പോഴേക്കും എന്താവും, അതിൻ്റെ അറിവുണ്ടായിട്ട് തീരും. അപ്പോൾ ഭാഗവതത്തിൻ്റെ സന്ദേശം ശാരീരികമായൊരു വ്യക്തിത്വത്തിൻ്റെ തലത്തിൽ നിന്ന് പരിശ്രമിച്ച് മഹത്തായ ആത്മസത്തയുടെ അംശമാണ് ഞാൻ എന്നുള്ള തലത്തിലേക്ക് എത്തിച്ചേരൂ. അതിനുള്ള പ്രചോദനമാണ് ആദ്യത്തെ ശ്ലോകത്തിലായിട്ട് പറഞ്ഞത്. ശരീരമല്ല എന്നുള്ളതിന് അനവധി ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട്. ചെറിയ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ, ഈ ഉറങ്ങുന്ന സമയത്ത്, സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് ഇല്ലാത്ത ചിന്ത ഏതിൻ്റെ ചിന്തയാണ്? ഈ ശരീരമാണ് എന്നുള്ളത്. ശരീരത്തിൻ്റെ ഒരു ചിന്തയും ഇല്ലാത്തൊരു സമയമാണ് ഏത്? സുഖമായിട്ടുള്ള ഉറക്കം. എന്നിട്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ട് എന്ത്? സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ആ സുഖം, അവിടെ കിട്ടിയ സുഖം എന്തിൻ്റെ സുഖമായിരുന്നു വെച്ചാൽ ഈ ശരീരത്തിൻ്റെ അഭാവമായിരുന്നു. ഈ ശരീരത്തിൻ്റെ ഓർമ്മയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് സുഖം അവിടെ. അപ്പോൾ അതാണ് സുഖം എന്ന് നമുക്ക് തന്നെ അനുഭവമുണ്ട്. ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ, എനിക്ക് തലവേദനിക്കണു, എനിക്കിതാ ഉറക്കം വരണു, എനിക്ക് വിശക്കണു എന്നൊക്കെ അറിയുന്ന ആൾ, ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ആ ശരീരത്തിൻ്റെ വിശപ്പറിയുന്ന ആൾ ശരീരത്തിൽ നിന്ന് വേറെയാവണം. ശരീരത്തിലിരുന്നു കൊണ്ട് ഇതാ എനിക്കിപ്പോൾ ഉറക്കം വരണു, ഇത് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം അധികം എടുക്കില്ല, ഞാൻ ഏത് ഭാവത്തിലെത്തും? സമാധി ഭാവത്തിലെത്തും. കാരണം ഇത് ഏതോ നമുക്കത്ര മനസ്സിലാവാത്ത ഒരാശയത്തെ പറ്റിയുള്ള ചർച്ചയാവുമ്പോൾ നമ്മുടെ മനസ്സ് പതുക്കെ പിന്നെ ഉറങ്ങാൻ നല്ലത് തോന്നും. അപ്പോൾ എനിക്കിതാ ഉറക്കം വരുന്നു എന്ന് അറിയുന്ന ആൾ ഈ ഉറക്കം വരുന്ന ശരീരത്തിൽ നിന്ന് വേറെയാണ്, അല്ലെങ്കിൽ അത് അറിയില്ലല്ലോ. അങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് അനവധി ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ നമ്മളിൽ തന്നെയുണ്ട്. ശരീരമല്ലാത്ത ഒരു വസ്തുത നമ്മളിലുണ്ട്. അപ്പോൾ അതിനറിയാനുള്ള ഒരു ജീവിത രീതിയുണ്ട് എന്ന് പറയും. അത് എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ അതിനാണ് ധർമ്മ പ്രാധാന്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ശ്ലോകം, ധർമ്മപ്രോജ്ജിതകൈരവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമപ്രവസ്തു ശിവദം താവത്രയുന്മൂലനം ശ്രീമദ്ഭാഗവതേ മാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുവിത്തക്ഷണാത്. ഉടനെ തന്നെ ആ ധർമ്മത്തിൽ ഉറച്ചു കിട്ടുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ആത്മസത്തയുടെ അനുഭൂതി ഉണ്ടാവുന്നു. കാരണം ആ ധർമ്മത്തിൻ്റെ പ്രതികരണമാണ് ഈ ആത്മസത്ത. അതാത് വസ്തുവിൻ്റെ സ്വഭാവം, അതാണ് ധർമ്മം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഈ ധർമ്മം എന്ന് ചോദിച്ചാൽ, തീയിൻ്റെ ധർമ്മമാണ് ചൂട് എന്നത്. ജലത്തിൻ്റെ ധർമ്മമാണ് തണുപ്പ്. ജലം എത്രയൊക്കെ തിളപ്പിച്ച് വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ധർമ്മത്തിലേക്ക് അത് മടങ്ങും, അത് തണുപ്പ്. അപ്പോൾ സൂര്യൻ്റെ ധർമ്മമാണ് പ്രകാശം തരിക. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തീ പറയുകയാണ് ഞാൻ ചൂടാവില്ല, എത്ര കത്തിച്ചാലും ഞാൻ ചൂടാവില്ല എന്നുള്ള ഒരു രീതി തീയെടുത്തു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ രീതി? നമുക്ക് പച്ച കഴിച്ച് മൃഗങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ തീ അതിൻ്റേതായ ധർമ്മം ആചരിക്കുമ്പോഴാണ് നമുക്ക് ആഹാരം പാചകം ചെയ്യാൻ സാധിക്കുന്നത്. ജലം അതിൻ്റേതായ ധർമ്മം കൊണ്ടു നടക്കുമ്പോഴാണ് ആ ജലത്തിൻ്റെ പ്രവർത്തനം നമുക്ക് ഗുണകരമാവും. വായുവിൻ്റെ പ്രവർത്തനമാണ് സഞ്ചാരം. വായു ചലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നത്. വായു പറയുകയാണ് ഞാൻ ചലിക്കില്ല, വിടാതെ നിൽക്കുക മുതൽ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഈ അകത്തേക്ക് എടുത്ത ശ്വാസം പിന്നെ ഒന്നുണ്ടാവില്ല, പിന്നെ പുറത്തേക്ക് വരാനായിട്ട് ഉണ്ടാവില്ല.
സൂര്യൻ പറയാണ് ഞാൻ ഉദിക്കില്ല, ഞാൻ വെളിച്ചം തരില്ല, ഇന്നു മുതൽ വെളിച്ചം തരുന്നത് ഞാൻ നിർത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താവും? സൂര്യരശ്മികളില്ലാതെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവയൊക്കെ അവയുടെ ധർമ്മം വേണ്ട പോലെ നടത്തണം. മനുഷ്യന് മാത്രം ധർമ്മത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് പറഞ്ഞു ധർമ്മത്തെ പരിപാലിക്കുന്ന വ്യക്തിക്ക് ഈ ആത്മസത്തയുടെ അനുഭവം വേഗമുണ്ടാകും. ആത്മാനുഭൂതി അത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കുക, ഭാഗവതം പഠിക്കുക, സപ്താഹങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അറിഞ്ഞോ അറിയാതെയോ അവർ കാലക്രമേണ വളരെ ധാർമ്മികന്മാരാവും. നല്ലതേ ചെയ്യാവൂ, തെറ്റ് പ്രവർത്തിക്കരുത് എന്നൊക്കെ അതിൽ അടിയുറച്ച വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. ഏതോ എന്തോ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്ന് തോന്നി. അപ്പോൾ ആ ധർമ്മം അതിലുണ്ടാവും. നല്ലതെന്നേ നല്ലത് വരും, തെറ്റിൽ നിന്ന് എങ്ങനെ നല്ലത് വരാം? പക്ഷേ ആധുനികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നോക്കിയാൽ, ആധുനികമായിട്ടുള്ള പ്രചരണ രീതിയൊക്കെ നോക്കിയാൽ ഏത് അക്രമത്തിൽ നിന്നും നല്ല കാര്യങ്ങളുണ്ടാവും എന്നൊരു തെറ്റിദ്ധാരണ വരത്തലുണ്ട്. അതങ്ങനെയല്ല, നല്ലതിൽ നിന്നേ നല്ലതുണ്ടാവും, തെറ്റിൽ നിന്ന് തെറ്റേ ഉണ്ടാവും. അപ്പം ആ ഒരു ബോധം, അതിനാണ് ധർമ്മബോധത്തിൽ. അത് തിരിച്ച് ആ ധർമ്മബോധമുള്ള വ്യക്തിക്ക് ഈ ആത്മസത്തയെ വേഗം അറിയാനായിട്ട് സാധിക്കും. ആത്മസത്തയുടെ സാന്നിധ്യം, ജീവൻ്റെ സാന്നിധ്യം, ഈശ്വര സാന്നിധ്യം. അതുകൊണ്ട് ഭാഗവതത്തിൽ ഭാഗവത ധർമ്മം എന്ന് തന്നെ പറഞ്ഞതിന് വലിയ പ്രാധാന്യം. പ്രോജ്ജിത ധർമ്മം, ഉയർത്തി പറയപ്പെട്ട ധർമ്മത്തെ പറ്റി പറഞ്ഞു. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം ഒരു കൽപ്പവൃക്ഷം പോലെയാണ് എന്നാണ്. നിഗമകൽപതരോധളിതം ഫലം സുഖമുഗാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. കൽപ്പതരു പോലെയാണ്. കൽപ്പതരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ളൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ താഴത്ത് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നു. ഈ ശ്രീമദ് ഭാഗവതവും ആരാണോ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ കൊടുക്കാൻ, അതൊക്കെ സാധിപ്പിച്ചു തരാൻ കഴിവുള്ളതായ ശക്തി വിശേഷം ഈ ശ്രീമദ് ഭാഗവതത്തിലുണ്ട് എന്ന് നമ്മളോട് പറയാം. അപ്പോൾ ആ ഭാഗവതത്തെ ആശ്രയിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ളതായ ആഗ്രഹങ്ങളും, കാരണം മനുഷ്യൻ ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ്. ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ട് മനസ്സ് ശാന്തമാക്കി എടുക്കുന്നൊരു രീതിയാണ് സാധാരണ. ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിന്ന് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്നുള്ളത് സാധാരണക്കാരന് സാധ്യമല്ല. സാധാരണ നിലയ്ക്കുള്ള പ്രവർത്തനം എന്താ? ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേടി മനസ്സിനെ ശാന്തമാക്കുക. വിശക്കുന്ന സമയത്ത് ആഹാരം കഴിച്ചാൽ ഒരു ശാന്തി ഉണ്ടായി, ഉറക്കം വരണ സമയത്ത് ഉറങ്ങിയാൽ ഒരു ശാന്തി ഉണ്ടായി. പക്ഷെ ആ ശാന്തി എത്ര നേരത്തേക്ക് ചോദിച്ചാൽ അത്ര നേരത്തേക്ക്, അത് കുറച്ച് നേരത്തേക്കുള്ളൂ, വീണ്ടും അത് തന്നെ ആവശ്യമുണ്ട്. അവിടെയാണ് ആ വ്യത്യാസം. അപ്പം അതുകൊണ്ട് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്ന രീതി അത് വലിയ പ്രയോജനകരമല്ല. കാരണം എപ്പോഴും ആഗ്രഹങ്ങളാണ്, ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന്. അപ്പോൾ ഒരാഗ്രഹം സാധിക്കുമ്പോഴേക്കും അടുത്ത ആഗ്രഹം തയ്യാറാകുന്നതുകൊണ്ട് മനസ്സിൻ്റെ ശാന്തി വരും. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചാലും മനസ്സിന് ശാന്തിയില്ല. അങ്ങനെ ആ രീതിയിലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിന്ന്. അപ്പോൾ ഇവിടെ നിഗമം എന്ന് പറഞ്ഞാൽ മനസ്സിനെത്താൻ പറ്റാത്തത് വേദം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലും ആഗ്രഹങ്ങളെ സാധിപ്പിച്ചുകൊണ്ടും ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ഉള്ളതായ രണ്ട് തരത്തിലുള്ള ശാന്തിയും ഈ ശ്രീമദ് ഭാഗവതത്തിന് തരാനായിട്ട് സാധിക്കും എന്ന് ഇവിടെ ഗ്രന്ഥകാരൻ നമുക്ക് ഉറപ്പ് തരികയാണ്. എന്തിന് ഭാഗവതം പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, അത് സാധിക്കാൻ ഈ ഭാഗവതം പഠിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. ഇനി ആഗ്രഹങ്ങളില്ലയോ എന്നാൽ നിങ്ങൾക്ക് ഈശ്വരനെ അറിയുക എന്നുള്ളതായ അവസ്ഥയിലും എത്താം. ഇപ്പം രണ്ടിനും അങ്ങനെയുള്ളത് ശ്രീമദ് ഭാഗവതം പശ്ചാത്തലമായിട്ട് പറഞ്ഞു വരുമ്പോൾ നൈമിഷാരണ്യത്തിൽ വെച്ച് ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയശ്രവനകാതയ സത്രം സ്വർഗായ ലോകായ സഹസ്രസ്രവമാസത എന്ന് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് മഹർഷിമാരൊക്കെ ഈ കലികാലം വരുന്നത് അറിഞ്ഞ്, കലികാലത്ത് മനസ്സിന് ശാന്തത ഉണ്ടാവില്ല, കലഹപ്രിയമായിരിക്കും മനസ്സ്, ഒന്ന് ചെയ്യുമ്പോൾ വേറൊന്ന് ചെയ്യാൻ തോന്നും. ഇവിടെ അങ്ങനെ ഈ ഭാഗവതം കേട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും വീട്ടിലായിരുന്നു ഇപ്പം എന്തൊക്കെ ചെയ്യായിരുന്നു, ആ പേപ്പർ വായന മുഴുവനാക്കായിരുന്നു, ഇല്ലെങ്കിൽ
ആ തുണി തോരയിടായിരുന്നു, ഇല്ലെങ്കിൽ ആഹാരം അവർക്ക് കൊടുക്കായിരുന്നു, ഇങ്ങനെ പല ആലോചനയുണ്ടാവും. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ട് വീട്ടിലിരുന്നെങ്കിൽ, ഇതിപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് ഇപ്പം എന്താണ്, വീട്ടിലിരുന്നെങ്കിൽ കുറച്ച് പണി കഴിഞ്ഞാൽ പോകും. ഇപ്പോൾ ചിലവർ വീട്ടിലിരിക്കുന്നുണ്ടാവും, അവർ കരുതും അവിടെ പോയിരുന്നെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഗുണം കിട്ടിയാൽ. ഇത് പത്രകാലമായി വെപ്പും അലക്കുമായിട്ട് ജീവിതം ഇത് എപ്പോഴും തന്നെ രാവിലെ ഇടിച്ചാൽ വെക്കുക വിലക്കുക, അവിടെ പോവായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കണം തോന്നും, ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ. ഇതാണ് ഈ കലികാലത്തിൻ്റെ പ്രശ്നം അല്ലേ. അതുകൊണ്ട് കലികാലത്ത് ആളുകൾ വേഗം വേഗം മറിഞ്ഞു വീഴും. കാരണം എന്താ, കാല് ഇവിടെ വെക്കുമ്പോൾ അവിടെ വെക്കാതെ, ഇവിടെ വെക്കണോ അവിടെ വെക്കണോ സംശയമായി. അപ്പം എന്തായി, അപ്പം താഴത്തേക്ക് മറിഞ്ഞു വീഴും. അതുകൊണ്ട് കലികാലത്തെ ആളുകൾക്ക് വീഴ്ച വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ചിന്തിച്ചോളൂ. ഇവിടെ അതാ എടുത്തു പറഞ്ഞത്, താഴെയും മുകളിലായിട്ടുള്ള സ്ഥലം വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന സമയത്ത് എളുപ്പം തന്നെ വീഴും. കാരണം എന്താ, തീരുമാനമില്ല. അപ്പോൾ ഈ കലികാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധ്യത. ടേക്കിംഗ് എ ഡിസിഷൻ വിൽ ബിക്കം വെരി വെരി ഡിഫിക്കൽട്ട്. അതാണോ ശരി, ഇതാണോ ശരി, അത് വേണോ ഇത് വേണോ, എളുപ്പം മനസ്സിലാവാൻ പറയുകയാണ്. ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും സാരിക്കടയിൽ സാരി എടുക്കാനായിട്ട് കയറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തായി, സംശയം വളരെ വർദ്ധിച്ചു. ഇതെടുക്കണോ അതെടുക്കണോ. അപ്പോഴാണ് അയാൾ വേറെ നാലെണ്ണം കൊണ്ട് എടുത്തത്. അവസാനം ഇതൊക്കെ കൂടി നോക്കി ആകെ അവശയായിട്ട് തീരും. ഇതിൽ ഭേദമായി എടുക്കുക, 2 സാരി എടുക്കാൻ കാശുണ്ട്, എല്ലാം എടുക്കാമെന്നുണ്ട്, 10-35 ഉണ്ട്, കിട്ടിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 എടുക്കാനേ ഇപ്പോൾ ബഡ്ജറ്റുള്ളൂ. ഇത് ഭേദം എടുക്കുക, 2 എടുക്കുന്ന അറിയാതെ ആ അമ്മയുടെ മുഖത്ത് നോക്കി അവസാനം കിടക്കാതെ പറയണം ഇത് എടുത്തോളൂ, ഇത് നല്ലതാണ്, അതാക്കിക്കോട്ടെ. അപ്പോൾ ആരാ തീരുമാനത്തിൽ വെച്ചാൽ ആരാ, ആ കടക്കാരനത് നേരത്തെ അറിയാം. അയാളത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഇവർക്ക് ആ സാരി കൊടുക്കാതെ കുറച്ച് കഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് മുഴുവൻ എടുത്ത് മുമ്പിലിട്ട് കഴിഞ്ഞാൽ ഇവർ അതൊക്കെ നോക്കി ഇതൊക്കെ നോക്കി അവസാനം ഇതിൽ ഏതാ വേണ്ടതെന്ന് അറിയാതെ ഒരു തീരുമാനം. ഞാൻ തീരുമാനം എടുക്കാൻ കലികാലത്ത് പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, ആരുടെ കാര്യമില്ല, എളുപ്പം മനസ്സിലാവാം. ഇങ്ങനെ ഏത് കാര്യത്തിൽ നോക്കിയാലും ഒരു തീരുമാനമില്ല, ഉറപ്പില്ല. ഇതൊക്കെ കലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ മനസ്സിന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട്, ഉറപ്പില്ലാത്തത് കൊണ്ട് മനസ്സിലെപ്പോഴും അശാന്തിയും വിഷമവുമാണ്. അതുകൊണ്ട് കലികാലത്ത് എവിടെ ചെന്നാലും അശാന്തമാണ്. അതറിയുന്നതായിട്ടുള്ള മഹർഷിമാർ ഈ കലികാലമുണ്ടായാൽ അശാന്തി ഉണ്ടാവും. അപ്പോൾ ശാന്തമായൊരു സ്ഥലം പറഞ്ഞു തരണം ഞങ്ങൾക്ക് ഭജിക്കാൻ എന്നായി ബ്രഹ്മാവിനോട് ചെന്നു. ബ്രഹ്മാവിന് മനസ്സിലായി, ചോദിച്ചതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാതെ വയ്യ, പ്രതീക്ഷിച്ച് ചോദിച്ചതാണ്. മഹർഷിമാർക്ക് സ്വയമായിട്ട് ശാന്തി ഉണ്ടാക്കാനൊക്കെ അറിയേണ്ടതാണ്. എന്തായാലും വന്ന് ചോദിച്ചതുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചക്രം അത് ഉരുട്ടി വിട്ടുകൊണ്ട് പറഞ്ഞു, ഈ ചക്രം എവിടെ വീണ് പൊടിയുന്നോ വീണ് പൊട്ടുന്നോ ആ സ്ഥലം കലികാലത്ത് ശാന്തമായ സ്ഥലമാവും. അവിടെ ചെന്ന് നിങ്ങൾക്ക് ശാന്തമായിരുന്നു ഭരിക്കാൻ കലികാലത്ത് മുഴുവൻ. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ കയ്യിലുള്ളതായ ചക്രത്തെ ഉരുട്ടി വിട്ടു. മഹർഷിമാർക്ക് സമാധാനമായി അവരിൻ്റെ പിന്നാലെ ചെന്നു. കുറച്ച് ദൂരം ചെന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചക്രം ഒരു ഭാഗത്ത് വീണു, അത് പൊട്ടിപ്പൊടിഞ്ഞു വീഴുന്ന സമയത്ത്. അങ്ങനെ നേമി ഇശീര്യതേ എന്ന ചക്രം പൊടിഞ്ഞ സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് അത്ര ഈ നൈമിഷാരണ്യം എന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ആ നൈമിഷാരണ്യത്തിൽ ഈ കലികാലത്ത് നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും. ആ സ്ഥലത്തിനെ കലികാലം ബാധിക്കില്ല. കലിയിലുള്ളതായ ദോഷങ്ങളൊന്നും ബാധമില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് ശാന്തമായിരുന്നോളൂ എന്ന് മഹർഷിമാരോട് പറഞ്ഞു. അതുകൊണ്ട് ആ മഹർഷിമാർ ആ നൈമിഷാരണ്യത്തിൽ വന്ന് ശാന്തയുക്തരായി ഇരിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ വെച്ച് ഈ പുരാണങ്ങളൊക്കെ കേൾക്കാനുള്ളതായിട്ടുള്ള ഒരു വസ്തുത വന്നു ചേർന്നു. കാരണം ശാന്തമായിരിക്കുന്ന അവർ സത്രം സ്വർഗം സഹസ്രം ആയിരക്കണക്കിന് വർഷമുള്ളതായിട്ടുള്ള ഒരു സത്സംഗം ചെയ്യാമെന്ന് തീരുമാനം. കാരണം സത്സംഗം ചെയ്തില്ലെങ്കിൽ മനസ്സ് ദുസ്സംഗത്തിലേക്ക് പോകും. മനസ്സിൻ്റെ സ്വഭാവമാണ്, അതിനെ വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. ഇനി മനസ്സിനെ അനങ്ങാതെ വെറുതെ ഇരുത്താനായിക്കൊണ്ട് നിങ്ങൾ പരിശ്രമിക്കൂ എന്നും ധ്യാനം മുതലായതൊക്കെ പറഞ്ഞു തരും. അതിൻ്റെ ഉദ്ദേശം എന്താ, അത് മനസ്സിലാക്കാൻ ഇത് പറ്റില്ല എന്നൊരു കാലത്ത് മനസ്സിലാവും. അതുവരെ അങ്ങനെ ധ്യാനിച്ചിരിക്കും. അവസാനം ഒരു തീരുമാനമാവുന്നത്
ഇതിൻ്റെ രീതി അതല്ല. അത് അവനവൻ തന്നെ തോന്നണം, മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ ധ്യാനിച്ച് കാണിച്ചു തരാം, അപ്പോൾ തുടങ്ങി. അതുകൊണ്ട് പറയും ധ്യാനിക്കൂ, ഒരു മനസ്സിനെ ഒന്നിൽ നിർത്തുക. ആ പറഞ്ഞു തന്ന ആചാര്യനറിയാം അത് ഒന്നിൽ നിൽക്കുന്ന വസ്തുവല്ല. അപ്പോൾ കുറേ പരിശ്രമിക്കുമ്പോൾ ചില തിരിച്ചറിവൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ മഹർഷിമാരും സത്സംഗത്തിൽ കൂടെ മാത്രമേ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ അവർ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഈ മനസ്സ് അതിനറിയുന്ന വിഷയങ്ങളുമായിട്ട് ദുസ്സംഗമാണ്. സത്വമായിട്ടുള്ള സംഘം, അസത്വമായിട്ടുള്ള സംഘത്തിന് ദുസ്സംഗം എന്ന് പറയും. അസത്ത് എന്ന് പറഞ്ഞാൽ ശരീരപരമായ ചിന്തകൾ, വസ്തുതകളൊക്കെ അസത്താണ്. ഈ ശരീരത്തിന് നമ്മൾ പറയുന്ന വസ്തുതയാണ് എന്ത്? അങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കണ കേൾക്കാം. ചില കുട്ടികളെയൊക്കെ വലിയ ആൾക്കാരെ വിളിക്കും തോന്നുന്നില്ല. എന്താ വിളിക്കുക ദേഷ്യം വന്നാൽ? അസത്തേ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അസത്തില്ല, ചത്തുപോയി എന്നാണ് നമ്മൾ പറയുക. അത് എന്ന് പറയാൻ കുറച്ച് വിഷമമായി ആളുകൾക്ക്. അതുകൊണ്ട് സത്തുപോയി എന്ന് പറയുന്ന നേരം പിന്നെന്ത് പറയാൻ തുടങ്ങി? എല്ലാ ഭാഷയിലും മർഗയ, ഡെഡ് ആൻഡ് ഗോൺ ഒക്കെ എവിടെയോ പോയി. എന്തോ പ്രധാനമായിട്ടുള്ള വസ്തു പോയി, ബാക്കി അവിടെ ഉണ്ട്. അതെന്താ നോക്കിയാൽ അത് ഈ ശരീരമാണ്. അപ്പോൾ ഈ ശരീരം അസത്താണ്, ശരീരത്തിലുള്ള ജീവനാണ് സത്ത് എന്ന ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ നൈമിഷാരണ്യത്തിൽ ചെന്ന് ആയിരക്കണക്കിന് വർഷം നിൽക്കുന്ന സത്വമായിട്ട് സംഘം ചെയ്യുന്ന പ്രവർത്തനം നമ്മളിവിടെ ചെയ്യുന്ന വസ്തുതയാണ്. നമ്മളിവിടെ ഇരുന്നിപ്പോൾ എന്താ കഷ്ടപ്പെടുന്നത്? എന്താ നമ്മുടെ കഷ്ടപ്പാട്? എന്താണെന്ന് വെച്ചാൽ അസത്തിൻ്റെ സംഘത്തിൽ നിന്ന് സത്തിൻ്റെ സംഘത്തിലേക്ക് മാറാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻറ്റേർണലായിട്ട് നമ്മുടെ ബുദ്ധിയും മനസ്സും ഒക്കെ കുറേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ കാണുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പാടില്ല നമുക്ക്, കാരണം അത് അസത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ അതല്ല. അപ്പോൾ അതുകൊണ്ട് സത്സംഗത്തിന് വരുമ്പോൾ ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തലവേദന തോന്നും. കാരണം എന്താ? കുറച്ച് കഷ്ടപ്പാടുണ്ട്, അത്ര എളുപ്പമല്ല. കാരണം നമ്മുടേതായ ഒരു പ്രത്യേക രീതിയിൽ ഇതുവരെ ചരിച്ചതിൽ നിന്ന് വ്യത്യാസമായിട്ടൊന്നിലേക്ക് നമ്മൾ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ടിത് വളരെ കഠിനമാണ്, എളുപ്പമല്ല, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന പ്രതീക്ഷിക്കേണ്ട. ഗുണിക്കാൻ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ എന്തിനുണ്ടാവില്ല? ഈ കഷ്ടപ്പാടിനൊന്നും ആരും തയ്യാറുണ്ടാവില്ല. അവർ നന്നാവട്ടെ എന്ന് പറയും. കാരണം എന്താ? ഒരു വിഷമമാണ്, എളുപ്പമല്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ മഹർഷിമാർ സത്സംഗത്തിന്, അത് ആയിരക്കണക്കിന് വർഷം അവർക്കറിയായിരുന്നു സത്സംഗമില്ലെങ്കിൽ ദുസ്സംഗത്തിലേക്ക് പോകും. അങ്ങനെ ആയിരക്കണക്കിന് വർഷം അവർ സത്സംഗം ചെയ്യുന്ന ആ നൈമിഷാരണ്യത്തിൽ സൂത മഹർഷി എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് എല്ലാ പുരാണങ്ങളും അനുഭവവേദ്യമായതുകൊണ്ട്, വെറുതെ അറിയേ മാത്രമല്ല അനുഭവമുണ്ടായിരുന്നു. ആ പുരാണങ്ങളിൽ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തിയാണ്. എപ്പോഴും അനുഭവമുള്ള ഒരാൾ വേണം പറയാം. അറിവുള്ള ആൾ പറഞ്ഞാൽ നമുക്ക് യേശില്ല, അനുഭവമുള്ള ആൾ പറഞ്ഞാൽ നമുക്കതെന്നുണ്ടാവും. ആ ശബ്ദത്തിൽ തന്നെ അനുഭവത്തിൻ്റെതായ തരംഗമുണ്ടാകും. അത് നമുക്ക് എളുപ്പം ഉപകാരമാകും. അതുകൊണ്ടാണ് സൂത മഹർഷി വന്നപ്പോൾ ശൗനകാദി മഹർഷിമാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പുരാണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. അങ്ങനെയാണ് ഈ നൈമിഷാരണ്യത്തിൽ വെച്ച് എല്ലാ പുരാണങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രീമദ് ഭാഗവത പുരാണം ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ആനുകാലികമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഈ ദിവസങ്ങളിൽ ഞാൻ നൈമിഷാരണ്യത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു അത്ഭുതം എന്താണ്ടായെന്ന് വെച്ചാൽ, ഈ മഹാമാരി എല്ലാവരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സ്ഥലത്ത് ഇതുവരെ ഒരാൾക്ക് പോലും ഈ രോഗം വന്നിട്ടില്ല. അത് അവിടെ ചെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് അവിടെ, അവരോട് ചെന്ന് ചോദിച്ചു. അപ്പോൾ അവരും അത് ഉറപ്പാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം അവരുടെ ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, ആ ഗ്രാമപഞ്ചായത്തിൽ ചെന്നത് ഉറപ്പ് വരുത്താൻ. കാരണം എവിടെയെങ്കിലും പറയുമ്പോൾ നമുക്കിത് ശാസ്ത്രീയമായിട്ട് വേണമല്ലോ, ആരെങ്കിലും പറഞ്ഞ് ഹെയർസേ പറ്റിയ കാര്യം. അവിടെ ചെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തുടർച്ചയായിട്ട് കുറേ കാലമായി ചെക്ക് ചെയ്തു, ആർക്കും ഈ രോഗം ഇവിടെ ഇല്ല, അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ രോഗം എല്ലാവരുടെയും ഇപ്പോൾ ലോകത്തിൽ ബാധിച്ചു ഇങ്ങനെ വെറുതെ പറഞ്ഞു കിടക്കും. അപ്പോൾ ഇത് ബാധിക്കാത്ത സ്ഥലങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായി. അവിടുത്തെ വേറൊരു പ്രത്യേകത, എപ്പോൾ ചെന്നാലും ഈ ഭാഗവതം കേൾക്കാൻ പറ്റും. കാരണം ഈ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ് ആദ്യം ഈ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യപ്പെട്ടത് സത്രത്തിൽ എന്ന് അറിയുന്ന ആചാര്യന്മാരൊക്കെ ഇത് ചെയ്യും. ഒരിക്കലെങ്കിലും ആ നൈമിഷാരണ്യത്തിൽ ചെന്നുപോയി സപ്താഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരൊറ്റയ്ക്ക് പോവില്ല, അവരുടേതായ കുറേ കേൾക്കാനുള്ള ആളുകളുമായിട്ട് ചെല്ലും. അങ്ങനെ ഏത് സമയത്ത് ചെന്നാലും പകൽ സമയങ്ങളിൽ ഈ നൈമിഷാരണ്യത്തിൽ എന്തിൻ്റെ ധ്വനി കേൾക്കാം? ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ധ്വനി. അത് 5000 വർഷങ്ങളായിട്ട് അവിടെ മുടങ്ങാതെ നടക്കണു എന്നാണ്.
ഈ രോഗങ്ങളൊക്കെ ഉള്ള കാലത്ത് അവിടെ ഈ സപ്താഹങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരു അനിൽ ശാസ്ത്രി എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ഭാഗവതാചാര്യൻ 108 ഹോതാക്കളെ വെച്ചുകൊണ്ട് 3 കൊല്ലമായിട്ട് അവിടെ തുടർച്ചയായിട്ട് ഹോമം, രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായിട്ട് ഹോമം ചെയ്തു. 3 കൊല്ലമായി തുടർച്ചയായിട്ട്. അദ്ദേഹത്തിന് ഒരു ദിവസത്തിന് 10 ലക്ഷം റുപ്യോളം എന്തോ ചിലവ് വരും. എങ്കിലും അത് 3 വർഷമായിട്ട് തുടക്കാതെ അയാൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ ചിലവ് 10 ലക്ഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ഇത്രയും സമ്പത്ത് ഉപയോഗിച്ചത് മുടങ്ങാതെ അവിടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇത് 500-ഉം 600-ഉം ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള അത് നടന്നിരുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള രോഗബാധയോ ഒന്നുമില്ല. അത് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീഡിയയിൽ കൂടെ വരാറില്ല, നമുക്കറിയില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇത് മനസ്സിലായത്, ഈ രോഗം അവിടെ ഇല്ല. ഏത് സമയത്ത് ചെന്നാലും അവിടെ ശ്രീമദ് ഭാഗവതം കേൾക്കാം. ആചാര്യന്മാരാരെങ്കിലും ഇല്ലേ, നമ്മുടെ കേരളത്തിൽ തന്നെ ഭാഗവതാചാര്യന്മാരായിട്ട് ഒരു 300 പേരിലധികമുണ്ട്, ഒരു ചെറിയ കണക്ക്. വടക്കേ ഇന്ത്യയിൽ 7000-8000 പേര് ഭാഗവതാചാര്യന്മാർ. പ്രത്യേകിച്ച് ഈ വടക്കേ ഇന്ത്യയിലുള്ള ആചാര്യന്മാരൊക്കെ ഈ നൈമിഷാരണ്യത്തിൽ സപ്താഹം ചെയ്തിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് എപ്പോഴും അവിടെ ചെന്നാൽ ഈ ഭാഗവത ധ്വനി. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവ് അന്ന് ചക്രം ഉരുട്ടി വിട്ടു എന്ന് പറഞ്ഞാൽ അത് ഒരു അലങ്കാര ഭാഷയിൽ പറഞ്ഞതല്ല. അതിന് വലുതായിട്ടുള്ള ഒരു പ്രായോഗിക തലമുണ്ട്. അങ്ങനെയുള്ള നൈമിഷാരണ്യത്തിൽ ഇനി ഫെബ്രുവരി 12 മുതൽ നമ്മൾ കേരളത്തിൽ നിന്ന് 100ഓളം ആളുകളുമായിട്ട് അവിടെ സപ്താഹത്തിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ വസ്തുത, ആ നൈമിഷാരണ്യ സത്രത്തിൽ വന്നതായ മഹർഷിമാരിൽ ശൗനക മഹർഷി ചില ചോദ്യങ്ങൾ ചോദിച്ചു സൂത മഹർഷിയോട്. ഒരു പ്രധാന ചോദ്യം ഇതാണ്: ഏനാത്മാ സംപ്രസീദതി, എങ്ങനെ ആത്മപ്രസാദമുണ്ടാവും? സാധാരണ മനുഷ്യർ ശരീരപ്രസാദത്തിൽ ഒതുങ്ങുന്നവരാണ്. നമുക്ക് പ്രസാദം വേണം. എന്തിൻ്റെ പ്രസാദമേ വേണ്ടൂ? നമ്മൾ ശരീരപ്രസാദം, വിശക്കുമ്പോൾ ആഹാരം, ഉറക്കം വരുമ്പോൾ ഉറങ്ങാനുള്ള സ്ഥലം, ഉടുക്കാനൊരു വസ്ത്രം, ഇനി ആരോടെങ്കിലും വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ശരീരത്തിൻ്റെ തരത്തിലുള്ള പ്രസാദം. അതല്ല അവിടെ ചോദിച്ചത്. ഏനാത്മാ സംപ്രസീദതി, എങ്ങനെ ആത്മപ്രസാദം ഉണ്ടാകും? അപ്പം അതിന് മറുപടി പറഞ്ഞു: സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷരേ അഹൈരുക അപ്രതിഹത ഏയാത്മാ സംപ്രസീദതി എന്ന് അതിന് ശൗനക മഹർഷി മറുപടി പറഞ്ഞു. ആർക്കാണോ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്നത്, ആ ഭക്തി അയാളെ ആത്മപ്രസാദത്തിലേക്ക് എത്തിക്കും. എങ്ങനെയുള്ള ഭക്തി എന്ന് പറഞ്ഞു? അഹേതുക അപ്രതിഹത, ആഗ്രഹങ്ങളില്ലാത്ത ഭക്തി. പൊതുവേ സാധാരണ ആളുകൾക്കൊക്കെ ഭഗവാനെ ഭജിക്കുന്നത് ആഗ്രഹങ്ങളോടും. ഈ വിഷയങ്ങൾ ഒന്നും കൂടി കൂട്ടിക്കിട്ടിയാൽ നന്നായി എന്നുള്ള നിലയ്ക്കാണ് ഭജിക്കുക. കുറച്ചും കൂടി സൗകര്യമായാൽ കുറച്ചും കൂടി വിഷയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ദുഃഖകരമാണ്. വിഷയത്തിൽ എപ്പോഴും ദുഃഖം ഒളിഞ്ഞിരിക്കും. ആ വിഷയം തുടങ്ങുന്ന സമയത്ത് സന്തോഷകരം, പിന്നെ അത് ദുഃഖത്തിലേക്ക് ആയിട്ട് മാറും. അപ്പോൾ വിഷയ വിരക്തിയില്ലാതെ ഈ സന്തോഷം എപ്പോഴും നിലനിർത്താൻ പറ്റില്ല. പക്ഷെ സാധാരണക്കാരന് അതറിയാത്തത് കൊണ്ട് ഈ വിഷയങ്ങളെ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയാണ് ആരെ ഭജിക്കുക? ഈ ഭഗവാനെ ഭജിക്കുക. അപ്പം ഭഗവാനെ ഭജിക്കുന്ന ആളുകൾ തന്നെ, ഭക്തന്മാർ തന്നെ വലിയ ദുഃഖത്തിലും വിഷമത്തിലും ഒക്കെ കാണും. അപ്പോൾ മറ്റുള്ളവർ ഇയാൾ ഭജിച്ചിട്ട് ഇങ്ങനെയാണ്, അപ്പോൾ അത് ഭജിച്ചിട്ട് അങ്ങനെയാണ്. കാരണം ഭഗവാനെ അല്ല ഭജിക്കുന്നത്, പിന്നെന്താ ഭജിക്കുന്നത്? ആഗ്രഹങ്ങളെയാണ്. അപ്പോൾ അത് അവനവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഭഗവാനെ ഭജിക്കുന്നൊരു രീതിയുണ്ട്. അങ്ങനെ പോയ ആത്മപ്രസാദം ഉണ്ടാവില്ല. കാരണം ആഗ്രഹമുണ്ടായാൽ ഉടനെ എന്തുണ്ടാവും? മുറിവുണ്ടാവും. ഭഗവത് ഭജനത്തിന് നിർത്തും. ഒരു ആഗ്രഹം നടക്കാനായിക്കൊണ്ട് നിത്യമായിട്ട് ഇവിടെ ആ 41 ദിവസം ഈ മഹാദേവനെ വന്ന് ഭജിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ 41 ദിവസം വന്നു അയാളെ ആഗ്രഹം സാധിച്ചാൽ പിന്നെ ഈ വഴിക്ക് അയാൾ വരില്ല. മഹാദേവൻ്റെ കാര്യവും കഴിഞ്ഞു, ഭജനയുടെ കാര്യം അവനവൻ്റെ ആഗ്രഹമായി. അപ്പോൾ ആഗ്രഹത്തോടു കൂടി ഭജിച്ചാൽ ആ ഭജനത്തിന് മുറിവുണ്ടാവും. പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ അത് നമുക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ആത്മപ്രസാദത്തിന് വേണ്ടി ഭജിക്കൂ. അപ്പോൾ ഭഗവാനെ ആഗ്രഹങ്ങളില്ലാതെ ഭജിച്ചാൽ കാലക്രമേണ ഈ ആത്മസത്തയിലേക്ക് എത്തും. ഈ ഞാൻ ആത്മസത്തയാണ്, ഈശ്വരൻ്റെ അംശം തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തും. അപ്പോൾ ആത്മപ്രസാദം ഉണ്ടാവും. അതാണ് അവിടെ പറഞ്ഞതായ രീതി. അങ്ങനെയുള്ള ആ ആത്മപ്രസാദത്തിൻ്റെ മഹത്തായ തലം പക്ഷേ സാധാരണ വ്യക്തിക്ക് ഇതൊന്നും പറഞ്ഞാൽ അങ്ങനെ വേഗം മനസ്സിലാവില്ല. അതുകൊണ്ട് അവിടെ ഭഗവാന്റേതായിട്ടുള്ള വ്യത്യസ്ത അവതാരങ്ങളെ പറ്റി പറഞ്ഞു. പല അവതാരങ്ങൾ ഭഗവാൻ
സാധാരണ നിലയ്ക്ക് നമ്മൾ അറിയുന്നതായ 10 വിധത്തിലുള്ള അവതാരങ്ങളാണ്. ദശാവതാരം എന്നൊക്കെ പറയും. ഭാഗവതത്തിൽ 24 അവതാരങ്ങളുണ്ട്. ഓരോ അവതാരങ്ങളും ഓരോ പ്രത്യേക പ്രവൃത്തി ചെയ്യാനായിക്കൊണ്ട് ഓരോ ശരീരഭാവമെടുത്ത് ഒരു ഭൗതിക ഭാവമെടുത്ത് വന്നു. അങ്ങനെ ഈ പറഞ്ഞതായിട്ടുള്ള സനകാദി മഹർഷി, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നുള്ളതായ 4 മഹർഷിമാരായിട്ട് വന്നത് ഈ ലോകത്തിൽ ബ്രഹ്മചര്യം ഏത് രീതി, ബ്രഹ്മചര്യമഖണ്ഡിതം ദുശ്ചരം തപസ്. അപ്പോൾ ബ്രഹ്മചര്യ വ്രതത്തെ ലോകത്തിലേക്ക് ഏത് രീതിയിൽ വിജയിപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് നൃസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചത്. ഹിരണ്യകശിപുവിനെ വധിക്കാൻ, പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനാണ്. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളും അവതാര പ്രയോജനങ്ങളും അവിടെ പിന്നീട് ചർച്ച ചെയ്തു. പിന്നീട് ഭാഗവതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു. ഭാഗവതം മഹാഭാരതത്തിൻ്റെ ഇതിഹാസങ്ങൾ എഴുതിയതിന് ശേഷമാണ് പുരാണങ്ങൾ എഴുതിയത്. കാരണം വേദത്തിൽ പറഞ്ഞതായ വസ്തുതയെ സാധാരണക്കാരന് മനസ്സിലാവാൻ വലിയ ആശയം, വെറും ആശയമായതുകൊണ്ട് സാധാരണക്കാരന് മനസ്സിലാവാൻ വിഷമമാണ് എന്ന് പറഞ്ഞ് ആ വേദത്തിലെ ഭാഗങ്ങളെയൊക്കെ ഇതിഹാസങ്ങളായിട്ട്, മഹാഭാരതവും രാമായണവും ഇതിഹാസങ്ങളായിക്കൊണ്ട് പറഞ്ഞു. ഇതിഹാസത്തിൻ്റെ തലങ്ങളിൽ ആ ഇതിഹാസങ്ങളും സാധാരണക്കാരന് മനസ്സിലാവാൻ വിഷമമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അതിനെ കുറേയും കൂടി ലഘൂകരിച്ച് പുരാണങ്ങളായിട്ട് അവതരിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ശ്രീമദ് ഭാഗവത പുരാണം ഈ മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതേ മഹാഭാരതത്തിലെ പല കഥകളെയും കോർത്തിണക്കിക്കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൗരവന്മാരൊക്കെ തോറ്റ് ദുര്യോധനൻ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതായത് ഭീമസേനൻ്റെ ഗത കൊണ്ടുള്ള അടി കൊണ്ട് കാലൊക്കെ പൊളിഞ്ഞ് മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്നതായിട്ടുള്ള ദുര്യോധനൻ്റെ ആ കിടപ്പ് കണ്ട സമയത്ത് അശ്വത്ഥമാവിന് വലിയ ദുഃഖവും വിഷമവും. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. ഇതിനു മുമ്പ് പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും ഇനി പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അത് എഴുതിയ അന്നത്തെ വ്യക്തിക്ക് തന്നെ അറിയാം. പെട്ടെന്ന് തന്നെ പ്ലേറ്റ് ഇത് മാറ്റി കഥയുടെ കാരണം സംഭവങ്ങൾ നമുക്കറിയാം, ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ വിഷമമാണ്. ആദ്യം പറഞ്ഞ ആശയം തന്നെയാണ്, പക്ഷെ സംഭവങ്ങളിൽ കൂടെ പറയാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ആ പറഞ്ഞതായിട്ടുള്ള ഭീമസേനൻ്റെ ഗത കൊണ്ട് അടി കൊണ്ട് കാലൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ആ ദുര്യോധനൻ്റെ കിടപ്പ് കണ്ട് ഗാന്ധാരി അമ്മയ്ക്ക് പോലും, ദുര്യോധനൻ്റെ അമ്മയ്ക്ക് പോലും എന്തെന്നില്ലാത്ത ദുഃഖമായിരുന്നു എന്ന്. നീ മകനേ ദുര്യോധന, നിന്നുടെ പൊന്നിൻകിരീടവും ഭൂഷണജാലവും പട്ടൂകിടക്കമേലേ കിടക്കേണ്ടുന്ന നീ പെട്ടൂകിടക്കുമാറായിതു ചോരയിൽ. നീ മകനെ ദുര്യോധന, നിന്നുടെ പട്ടുകിടക്കീടൊക്കെ കടന്ന് പരിശീലിച്ചതായിട്ടുള്ള ദുര്യോധന, നിന്റെ പ്രതാപവും മറ്റുമൊക്കെ ഇപ്പോഴായി ചോരക്കളത്തിൽ കിടക്കുമ്പോൾ അത് കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്നാണ് ഗാന്ധാരി ദേവി പറഞ്ഞത്. കാരണം ലോകം മുഴുവൻ തൻ്റെ ആ കീഴിലാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നിന്നിരുന്ന ദുര്യോധനനാണ് ഇവിടെ ആ യുദ്ധക്കളത്തിൽ അനങ്ങാൻ പോലും പറ്റാതെ, തന്നെ കൊത്തിവലിക്കാനായിക്കൊണ്ടുവരുന്ന കഴുകന്മാരെ അട്ടിവിടാൻ പോലും പറ്റാതെ കിടക്കുന്നതായിട്ടുള്ള ഒരു രീതി. അത് കണ്ട അശ്വത്ഥമാവിന് വലിയ വിഷമമായി. ഏതെങ്കിലും രീതിയിൽ ദുര്യോധനനെ സന്തോഷിപ്പിക്കണമെന്ന് കരുതി അശ്വത്ഥമാവ് കരുതിയത് പാണ്ഡവന്മാരെ നശിപ്പിച്ചാൽ ദുര്യോധനന് സന്തോഷമാകും എന്നാണ്. അതുകൊണ്ട് പാഞ്ചാലിയുടെ, ദ്രൗപദിയുടെ ഉറങ്ങിക്കിടക്കുന്ന 5 കുട്ടികളെ ഈ അശ്വത്ഥമാവ് വെട്ടിക്കൊന്നു. ദുര്യോധനോട് ചെന്ന് പറയാൻ അനി പാണ്ഡവന്മാരുടെ കുലമില്ല, ദുര്യോധന നീ മരിക്കുകയാണെങ്കിലും ആ പാണ്ഡവന്മാരുടെ കുലവും ഇല്ലാതെയായി എന്ന് പറയാൻ വേണ്ടിയാണ്. അതറിഞ്ഞ സമയത്ത് അർജുനൻ ഈ അശ്വത്ഥമാവിനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് ചെന്നു. തൻ്റെ പിന്നിൽ അർജുനൻ ആക്രമിച്ചു വരണോ എന്ന് കണ്ട ദുഷ്യത്ഥമാവ് പിന്നീട് ബ്രഹ്മാസ്ത്രം കൊണ്ട് പാണ്ഡവന്മാരെ ഇല്ലാതെയാക്കാനായിട്ട് പ്രയത്നിച്ചു. അങ്ങനെ ബ്രഹ്മാസ്ത്രം അർജുനന് നേരെ ഉപയോഗിച്ചു അശ്വത്ഥമാവ്. ആ സമയത്ത് ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാനായിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ വിളിച്ചു കരഞ്ഞു അത്ര ഈ അർജുനൻ. കാരണം യുദ്ധക്കളത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു അസ്ത്രമാണ്, ലോകം മുഴുവൻ നശിക്കാനുള്ള ഒരു തലത്തിലുള്ള അസ്ത്രമാണ്. അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷ നേടാനായിക്കൊണ്ട് ഭഗവാനെ വിളിച്ച്, ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് അഭയം
അർത്ഥിക്കുകയാണ് അർജുനൻ ചെയ്തത് എന്നാണ്. അങ്ങനെയുള്ളതായ ആ അർജുനൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി അർജുനനെ അനുഗ്രഹിച്ചു. ഏത് രീതിയിൽ ഈ ബ്രഹ്മാസ്ത്രത്തെ ഇല്ലാതെയാക്കണം എന്ന് അർജുനനെ ഉപദേശിച്ചു. എങ്കിലും അർജുനൻ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പാണ്ഡവരെ രക്ഷിച്ചതിന് ശേഷം ഈ അശ്വത്ഥമാവിൻ്റെ പിന്നാലെ ചെന്ന് അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലാനായിക്കൊണ്ട് പാഞ്ചാലിയോട് അനുവാദം ചോദിച്ചു എന്നാണ്. കാരണം കുറ്റം ചെയ്ത് ആരാണോ ആരോടാണോ കുറ്റം ചെയ്തത് ആ വ്യക്തിയുടേതായ അനുവാദം വേണമല്ലോ. പാഞ്ചാലിയുടെ പുത്രന്മാരെയാണ് വെട്ടിക്കൊന്നത്. അതുകൊണ്ട് പാഞ്ചാലി കൂടി പറയണം അതിൻ്റെ പ്രതികാരം ചെയ്യാനായിക്കൊണ്ട്. അതുകൊണ്ട് പാഞ്ചാലിയോട് ചോദിച്ചതാണ്. പക്ഷേ പാഞ്ചാലി അവിടെ പ്രതികാര ബുദ്ധിയല്ല കാണിക്കുന്നത്. മുച്യതാമേഷാ ബ്രാഹ്മണോ നിതരം ഗുരുഹോ, അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. കാരണം തൻ്റെ പുത്രന്മാരെ കൊന്നു, തൻ്റെ പുത്രന്മാരെ വെട്ടിക്കൊന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ആ വെട്ടിക്കൊന്നതായിട്ടുള്ള അശ്വത്ഥമാവ് ഗുരുപുത്രനാണ്, ഗുരുതുല്യനാണ് എന്നുള്ളത് വേറൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തിൽ ഇവിടെ പിഴവ് വന്നു, നഷ്ടം വന്നു. ഇനി വേറൊരു യാഥാർത്ഥ്യത്തിൽ കൂടി പിഴവ് നഷ്ടമാക്കിയാൽ അത് വർദ്ധിക്കും. അപ്പോൾ ഒരു തെറ്റിന് വേറെ ഒരു തെറ്റ് എന്താകുന്നില്ല, പ്രതിവിധിയാകുന്നില്ല എന്ന വസ്തുത അറിയാവുന്ന പാഞ്ചാലി പറഞ്ഞു, അത് സാക്ഷാൽ ഗുരുവിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തെ വധിച്ചാൽ ഈ പറഞ്ഞതായിട്ടുള്ള ബ്രഹ്മഹത്യാഭാവം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ 5 പുത്രന്മാരെ നഷ്ടപ്പെട്ടുള്ളൂ. ഇങ്ങനെ ഈ അശ്വത്ഥമാവിനെ വധിച്ചാൽ തൻ്റെ ഭർത്താവായ അർജുനനെ ബ്രഹ്മഹത്യാഭാവം കൂടി ബാധിക്കും എന്നറിയാവുന്നതായ ദ്രൗപദി തൻ്റെ ധർമ്മബോധം അവിടെ പ്രകടിപ്പിച്ചു. അങ്ങനെ അശ്വത്ഥമാവിനെ പാഞ്ചാലിയുടെ ആവശ്യപ്രകാരം അർജുനൻ മോചിപ്പിച്ചു എന്നാണ്. പക്ഷേ അശ്വത്ഥമാവ് വീണ്ടും ഈ പാണ്ഡവരുടേതായിട്ടുള്ള വംശത്തെ ഇല്ലാതാക്കാനായിക്കൊണ്ട് ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത്തായിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നേരെ തൻ്റേതായിട്ടുള്ള ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ആ ഉത്തരാദേവി അവിടെ ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം തുറവയം പശ്യേ യത്ര മൃത്യൂ പരസ്പരം അവിദ്രവതി മാനീശ ശരത്തത്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യത പാഹി പാഹി മഹായോഗി ദേവദേവാ ജഗത്പദേ. ഈ ഭഗവാനെ അങ്ങ് മാത്രമാണ് അഭയമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെയും എൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനെയും അങ്ങ് രക്ഷിക്കണം മൃത്യുവിൽ നിന്ന് എന്നുള്ള ആ ഭക്തയായ ഉത്തരാദേവിയുടേതായിട്ടുള്ള പ്രാർത്ഥന കേട്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ആ പരീക്ഷത്തിനെ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നീട് ഭഗവാൻ ആ ദ്വാരകയിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. പിന്നീടുള്ള സന്ദർഭങ്ങളൊക്കെയാണ് നമുക്ക് അത് പാരായണം കഴിഞ്ഞെങ്കിലും പ്രഭാഷണമായിട്ട് കേൾക്കാനുള്ളത്. 1-2-3 അധ്യായങ്ങൾ നമുക്ക് പാരായണം ചെയ്യാനുണ്ട്. അത് പാരായണം ചെയ്തതിന് ശേഷം ആ ഭാഗങ്ങളിലേക്ക് കിടക്കാം. 2-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം ദേവി വായിച്ചുള്ളൂ. അവിടെ നിന്ന് വായിച്ചു. ഹരിയും